festival of Navaratri is dedicated to honoring and worshipping this energy in various forms. Let us not create any further delay in getting into the Navaratri satsang. Firstly, we have Sujit Subramanian sir to talk to us about Vishwa Madrutvatinde Aravam. Talking about Sujit sir, he is an active Ayuth Amrutapuri member and a pillar of support in all our ventures. An inborn speaker and writer, he contributes in the monthly spiritual magazine of Mata Amrutanandamayi Mathruvani on Paitrika Samskriti. These are just a few of his credentials. Now, let's have his talk. Sir, please. ഈശ്വര, സാധാരണ അമ്മയോടും സാധാരണഗതിയിൽ നവരാത്രി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ അമൃതപുരി ക്യാമ്പസിലെ ലോബിയിൽ ആ പൂമുഖത്തിരുന്ന് എല്ലാവരും കൂടെ ആ ബൊമ്മക്കുലൊക്കെ ഒരുക്കി അവിടെ മനോഹരമായ പ്രോഗ്രാമോട് കൂടിയിട്ടും നല്ല പ്രസാദവും ഒക്കെ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതായിരുന്നു. പക്ഷെ എന്തോ ഒരു ഈശ്വര നിശ്ചയം പോലെ ഈ വർഷം നമുക്കതിനൊന്നും സാധിക്കുന്നില്ല. പക്ഷെ എന്നാലും പുറമേയുള്ള സാഹചര്യങ്ങൾ, ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്തു തന്നെ ആയാലും അയുധിന്റെ ഇച്ഛാദാർഢ്യത്തിനും നിശ്ചയദാർഢ്യത്തിനും ഇച്ഛാശക്തിക്കും അതൊന്നും വിലങ്ങുതടിയാവില്ല എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ നടക്കുന്നത്. ആദ്യം തന്നെ അതിന് പിന്നിൽ ഉള്ള അതിന്റെ നേതൃത്വത്തിനെയും അതിലെ ശക്തരായ പോരാളികളെയും ഒക്കെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ അവർക്കൊക്കെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്യും. നവരാത്രി എന്ന് പറയുമ്പം നമുക്ക് ഓർമ്മ വരിക ഭാരതത്തിന്റെ എല്ലാ സ്ഥലത്തും ഭാരതത്തിന്റെ എല്ലാ പ്രദേശത്തും നവരാത്രി ആഘോഷം. കേരളത്തിൽ നമ്മൾ പൊതുവെ കണ്ടുവരുന്നത് ത്രിദേവി പൂജയോടുകൂടി, അതായത് മഹാദുർഗ അല്ലെങ്കിൽ കാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി, ഇങ്ങനെ ത്രിദേവിമാരെ ആരാധിക്കുന്ന ഒരു പതിവാണ് കേരള സമ്പ്രദായത്തിൽ നമ്മുടെ സാധാരണ നവരാത്രിയിൽ കണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ ആയുധങ്ങളും പുസ്തകങ്ങളും ഒക്കെ പൂജിക്കുന്നതും ഒക്കെ നവരാത്രിയുടെ ഭാഗമായിട്ട് നവരാത്രി സംഗീതോത്സവങ്ങൾ, ഇതെല്ലാം കേരളത്തിന്റെ ഒരു നവരാത്രി പാരമ്പര്യമാണ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പുസ്തക പൂജ പൊതുവെ വടക്കേന്ത്യയിലൊക്കെ വസന്ത പഞ്ചമിക്കാണ്, സരസ്വതി ദേവിയുടെ ജന്മദിനത്തിനാണ് പുസ്തക പൂജ നടത്തുന്നത്. പക്ഷെ കേരളത്തിൽ നവരാത്രിയോടനുബന്ധിച്ചാണ് ഈ പുസ്തക പൂജ നടത്തുന്നത്. ഇനി തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കൊടി മുതൽ അല്ലെങ്കിൽ എന്താ പറയുക, ഒരു പുൽക്കൊടി മുതൽ പരാശക്തി വരെ സകലതിനെയും ഈശ്വരനായി കണ്ട് ആരാധിക്കുന്ന രീതിയിൽ ബൊമ്മക്കുലു ഒരുക്കിയിട്ട് ആ ബൊമ്മക്കുലുവിന് മുമ്പിലാണ് അവർ നവരാത്രി ആചരണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ നവകന്യ പൂജ എന്ന് പറഞ്ഞ വ്യത്യസ്ത വയസ്സുകളിലുള്ള കന്യകമാരെ കൊണ്ടുവന്നിരുത്തി അവർക്ക് സമ്മാനങ്ങൾ നൽകി അവരെ പൂജിക്കുന്ന പതിവും തമിഴ്നാടിന്റെ സമ്പ്രദായമാണ്. മഹാലയ അമാവാസി മുതൽ ദുർഗാഷ്ടമി വരെ നീളുന്ന ബതുകമ്മ എന്ന് പറയുന്ന ആഘോഷത്തിലൂടെയാണ് തെലുങ്ക് നാട്ടില്, ആന്ധ്രാപ്രദേശത്തും തെലുങ്കാനയിലുമൊക്കെ നവരാത്രി കൊണ്ടാടുന്നത്. കർണാടകത്തിലാകട്ടെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വളരെയധികം ദീപാലങ്കാരങ്ങളോടുകൂടി, ഇപ്പൊ മൈസൂരിലൊക്കെ പോയിട്ടുള്ളവർക്കറിയാം ദസറയ്ക്ക് ആ മൈസൂരു നഗരം മുഴുവൻ അക്ഷരാർത്ഥത്തിൽ ഒരു സ്വർണ്ണ നഗരമായിട്ട് മാറും. എല്ലായിടത്തും ദീപാലങ്കാരങ്ങൾ, എല്ലായിടത്തും വളരെ ഭംഗിയുള്ള അലങ്കാരങ്ങൾ, ഇതൊക്കെ വെച്ച് ആ മൈസൂരുവിന്റെ രാജവീഥിയിലൂടെ സ്വർണ്ണ വിഗ്രഹം, ദേവിയുടെ ചാമുണ്ഡേശ്വരിയുടെ സ്വർണ്ണ വിഗ്രഹം എഴുന്നള്ളിക്കുന്ന മൈസൂരു ദസറ വളരെയധികം വർണ്ണശബളമായിട്ടുള്ള ആഘോഷമാണ് മൈസൂരിൽ. അതേസമയത്ത് ഇപ്പം ദക്ഷിണ ഭാരതത്തിൽ ഇങ്ങനെയൊക്കെയാണ് നവരാത്രി ആഘോഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ വങ്കനാട്ടിൽ, അതായത് അല്ലെങ്കിൽ നമ്മുടെ ഒഡീഷ ആ ഭാഗങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഭീമാകാരമായ പന്തലുകൾ കെട്ടി അതിന് നടുവിൽ അഷ്ടബാഹുക്കളോട് കൂടിയിട്ട് മഹിഷാസുരനെ കൊല്ലുന്ന മഹിഷമർദിനിയായിട്ടുള്ള ദുർഗാദേവിയുടെ ഇരുവശങ്ങളായി ലക്ഷ്മി സരസ്വതിമാരെയും ഈ ത്രിദേവിമാരുടെ ഇരുവശങ്ങളിലുമായി കാർത്തികേയനെയും ഗണപതിയെയും വെച്ച് പൂജിക്കുന്ന ദുർഗാപൂജ എന്നുള്ള സമ്പ്രദായമാണ് നമുക്ക് കിഴക്കൻ നാടുകൾ, ഭാരതത്തിന്റെ കിഴക്കൻ പ്രദേശങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുക. ഇനി പടിഞ്ഞാറൻ ഭാഗത്തേക്ക്, അതായത് ഗുജറാത്ത് പോലെയുള്ള ഭാഗങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ സന്ധ്യയ്ക്ക് തുടങ്ങി പുലർച്ചെ വരെ നീണ്ടു നിൽക്കുന്ന ഗർഭാനൈറ്റുകൾ, ഗർഭാസന്ധ്യകൾ, ഗർഭാനൃത്തത്തിന് വേണ്ടിയിട്ട് രാത്രി മുഴുവൻ ആയിരങ്ങൾ ഒരു എന്താ പറയുക മൈതാനത്ത് മുഴുവൻ നൃത്തം ചെയ്ത് ഉല്ലസിക്കുന്ന വർണ്ണശബളമായ കാഴ്ചയാണ് നമുക്ക് ഗുജറാത്തിലും മറ്റും ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുക. അതോടൊപ്പം തന്നെ ജലം മാത്രം പാനം ചെയ്തുകൊണ്ട് ഉപവസിക്കുന്ന
സാധനാ സമ്പ്രദായവും നവരാത്രിയിൽ ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ പ്രധാനമന്ത്രിയുടെയൊക്കെ വാർത്തകൾ നമ്മൾ കാണാറുണ്ട്. ഈ നവരാത്രി ദിവസങ്ങളിൽ മുഴുവൻ ഉപവസിക്കുന്ന ശീലത്തെക്കുറിച്ചൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള സമ്പ്രദായങ്ങളുണ്ട്. രാജസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ആയുധങ്ങൾ, കേരളത്തിലെ പോലെ ആയുധങ്ങളും, രാജസ്ഥാനിലെ പ്രത്യേകിച്ചും രജപുത്രരുടെ ഇടയിൽ അവർ വളരെ ധീരന്മാരും യുദ്ധോത്സുകരും ഒക്കെ ആയതുകൊണ്ട് അവരുടെ ആയുധങ്ങളൊക്കെ പൂജിക്കുകയും അവരുടെ കുതിരകളെയൊക്കെ പൂജിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മഹത്തായ ഉത്സവമായിട്ടാണ് രാജസ്ഥാനിൽ ഇത് കൊണ്ടാടുന്നത്. ഉത്തരഭാരതത്തിലേക്ക് പോയി കഴിഞ്ഞാൽ രാമലീലയായിട്ട് കുംഭകർണന്റെയും രാവണന്റെയും കോലങ്ങളിൽ രാമൻ അമ്പെയ്യുന്ന സങ്കല്പത്തിലുള്ള നൃത്തങ്ങളും അതിൻ്റെ ആവിഷ്കരണങ്ങളും ഒക്കെ ആയിട്ട് അങ്ങനെ ആഘോഷിക്കുന്ന, അങ്ങനെ വളരെ വ്യത്യസ്തവും വളരെ വിഭിന്നവും വളരെ വർണ്ണശബളവുമായ പലതരം ആഘോഷങ്ങളുടെ ആകത്തുകയാണ് നവരാത്രി. ഇതൊക്കെയാണെങ്കിലും ഇത്രയും വ്യത്യസ്തതകൾക്കിടയിലും ഇതിനെല്ലാം ചേർത്ത് കോർത്തു നിർത്തുന്ന ഒരു കണ്ണിയാണ് ദേവി ആരാധന എന്നുള്ളത്. ദേവി ആരാധന എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം എന്താ പറയുക, ഒരു അനേക ദേവതകളിൽ ഒരെണ്ണമാണ് ദേവി എന്നുള്ളതിലുപരി എല്ലാ ദേവതാരാധനയുടെയും ഒപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു സമ്പ്രദായം കൂടിയാണ് ദേവി ആരാധന. ഇപ്പം കൃത്തിവാസ രാമായണത്തിൽ, ബംഗാളത്തിലൊക്കെ പ്രചാരത്തിലുള്ള കൃത്തിവാസ രാമായണത്തിൽ ശ്രീരാമൻ ദേവിയെ പൂജിക്കുന്ന മനോഹരമായ ഒരു കഥയുണ്ട്. ശ്രീരാമൻ ദേവിയെ പൂജിച്ചു കഴിയുമ്പോൾ താമരകൾക്ക് എണ്ണം തികയാതെ വരുമ്പോൾ അവസാനം തൻ്റെ നയനാംബുജങ്ങൾ അറുത്തെടുത്ത് അർപ്പിക്കാൻ തുടങ്ങുമ്പോൾ ദേവി പ്രത്യക്ഷയാകുന്നതായിട്ടുള്ള മനോഹരമായ കഥയുണ്ട്. ഇന്നലെ ബഹുമാനപ്പെട്ട ശിവാനന്ദൻജി പറയുകയുണ്ടായി, മഹാഭാരതത്തിൽ അർജുനനും ധർമ്മപുത്രരും ദുർഗയോട് സ്തുതിക്കുന്നുണ്ട്. ശ്രീകൃഷ്ണന്റെ ഉപദേശം അനുസരിച്ച് ദുർഗാസ്തുതി നടത്തുന്നുണ്ട്. അപ്പം സിഖ് ഗുരുക്കന്മാര് ദുർഗാപൂജ നടത്തുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ദുർഗാരാധന, ദേവ്യാരാധന എല്ലാ സമ്പ്രദായങ്ങളെയും ചേർത്ത് കോർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയാണ്, ഒരു ആചരണ വിശേഷമാണ്. ഈ ദേവി ആരാധനയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. വളരെ തലങ്ങളിൽ നിന്നുകൊണ്ട് നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ എല്ലാ പല പല മതങ്ങളിലും പല പല സംസ്കാരങ്ങളിലും സൃഷ്ടികഥകളുണ്ട്. എങ്ങനെയാണ് പ്രപഞ്ചവും മനുഷ്യനും ഒക്കെ ഉണ്ടായി വന്നത് എന്നതിനെ കുറിച്ച് പലതരം കഥകളുണ്ട്. പല കഥകളിലും ആദ്യം ദൈവം പുരുഷനെ സൃഷ്ടിക്കുകയും പുരുഷന് വിരസത അനുഭവിച്ചപ്പോൾ ആ വിരസത മാറ്റാനായി അവന്റെ നട്ടെല്ലിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ചു എന്നുള്ള തരത്തിലുള്ള കഥകൾ പല സംസ്കാരങ്ങളിലുമുണ്ട്. എന്നാൽ ഭാരതത്തിൽ അത്തരമൊരു പുരുഷന്റെ വിരസത മാറ്റാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതല്ല, പുരുഷന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ് സ്ത്രീ എന്നുള്ള ആ തത്വത്തിന് പകരം, ആ കഥയ്ക്ക് പകരം ഭാരതത്തിലുള്ള കഥ പ്രജാപതിയുടെ രണ്ട് ഭാഗങ്ങൾ, പ്രജാപതി രണ്ടായി പിരിഞ്ഞെന്നും അതിലൊന്ന് മനുവും ഒന്ന് ശതരൂപയുമായി പരിണാമം സിദ്ധിച്ചുവെന്നും പരസ്പര പൂരകമായ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർന്ന് നിൽക്കേണ്ട രണ്ട് ഘടകങ്ങളായി സ്ത്രൈണ പൗരുഷങ്ങളെ കാണുന്ന രീതിയാണ് ഭാരതത്തിൻ്റെത്. ഈ ഒരു ഐഡിയ ഭാരതത്തിന്റെ എല്ലാ ദർശന പദ്ധതികളിലും അല്ലെങ്കിൽ എല്ലാ ഫിലോസഫികളിലും എല്ലാ ചിന്താധാരകളിലും ഉള്ളതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം ശൈവം എടുത്താലും ശാക്തയം എടുത്താലും ശിവനെ അടിസ്ഥാനമാക്കി അവിടെ നിന്ന് ദേവി ഈ പ്രപഞ്ച സൃഷ്ടി നടത്തുന്നതായിട്ട് ആ താന്ത്രിക ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ സാധിക്കും. വൈഷ്ണവ തന്ത്രങ്ങളിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ ആദിനാരായണന്റെ ശക്തിയായിട്ടുള്ള ശക്തിവിശേഷമായ മഹാലക്ഷ്മിയാണ് ഈ സൃഷ്ടി സംഹാരങ്ങളെല്ലാം നടത്തുന്നത്. അതിനുള്ള ശക്തിയായി യോഗമായായി വർത്തിക്കുന്നതെന്ന് വൈഷ്ണവ തന്ത്രങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഈശ്വരന്റെ പരസ്പര പൂരകമായ രണ്ട് ഗുണവിശേഷങ്ങളെ ഒരു അഗ്നിയുടെ ചൂടും അതിന്റെ പ്രകാശവും പോലെ പരസ്പരം അഭിന്നമായിരിക്കുന്ന രണ്ട് ശക്തിവിശേഷങ്ങളെ കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളും ദർശനങ്ങളും ഒക്കെ എപ്പോഴും അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. മറ്റൊരു ഇപ്പം വേദാന്തം എടുത്തു കഴിഞ്ഞാൽ അതിലും ബ്രഹ്മത്തിൽ നിന്ന് അഭിന്നയും അനന്യമായ ശക്തിവിശേഷമായിട്ടാണ് മായയെ പറയുന്നത്. അല്ലെങ്കിൽ പ്രകൃതി പുരുഷ സങ്കല്പത്തെക്കുറിച്ച് നമ്മുടെ ദർശനങ്ങളിൽ പറയുന്നത് എല്ലായിടത്തും ഈ സ്ത്രൈണ പൗരുഷങ്ങളുടെ, പ്രകൃതി പുരുഷന്മാരുടെ, ശിവശക്തികളുടെ ഒരു ഐക്യത്തെക്കുറിച്ചും അവയുടെ താളാത്മകമായ പ്രവർത്തനത്തെക്കുറിച്ചുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ. അപ്പം ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് വേണം നാം ദേവി ആരാധനയെ നോക്കിക്കാണാൻ. ദേവി ആരാധന എന്ന് പറയുമ്പോൾ ഭാരതത്തിന്റെ ഒരു പൈതൃകമാണ്. എന്നാൽ അത് ഭാരതത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ഏഷ്യ മൈനറിൽ മാഗ്ന മാറ്റർ എന്ന് പറയുന്ന മഹാമാതാവിനെ ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അറേബ്യയിൽ ത്രിദേവിമാരെ, അല്ലത്ത്, മന്നത്ത്, അല്ലൂസ എന്നൊക്കെ പറയുന്ന ദേവിമാരെ ആരാധിക്കുന്ന പതിവുണ്ടായിരുന്നു. ഈജിപ്തിൽ ഐസിസ്, നമ്മുടെ ഇന്നത്തെ മറ്റേ തീവ്രവാദി ഐസിസ് അല്ല, ഐസിസ് ദേവി എന്ന് പറയുന്ന ദേവി ആരാധിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. മെസ്സപ്പൊട്ടാമിയയിലെ ഇന്നാന
ഇനാന എന്ന് പറയുന്ന ദേവി, അങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ എല്ലാ പൂർവ്വ സംസ്കാരങ്ങളിലും ദേവി ആരാധനയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് വന്ന അധിനിവേശ മതങ്ങൾ ആ ദേവി ആരാധന ഇല്ലാതാക്കി. ഒരു പക്ഷേ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള മനോഭാവം കൊണ്ടായിരിക്കാം അത്തരം ദേവി ആരാധനകൾ നിന്നുപോയത്. എന്തായാലും ആ ദേവി ആരാധനകളൊന്നും ഇന്ന് അവിടെയൊന്നും ഇല്ല. പക്ഷെ എങ്കിലും ഭാരതത്തിൽ ഇന്നും ഏത് കാലം തൊട്ട് ആരംഭിച്ചോ അന്നു മുതൽ ഇന്ന് വരെ ആ ദേവി ആരാധന അനവരതം അനസ്യൂതം തുടർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ ഉള്ള ദേവി ആരാധനയുടെ മഹത്വത്തെക്കുറിച്ച് ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ വളരെ ദാർശനികവും തന്ത്രശാസ്ത്രത്തിലെ വളരെ സമുന്നതമായി ബഹുമാനിക്കപ്പെടുന്നതുമായ ഗ്രന്ഥത്തിൽ എന്ന കൃതിയിൽ സ്തുതിയിൽ അദ്ദേഹം പറയുന്നുണ്ട്. തുടങ്ങുന്നത് ശിവശക്തിയുക്തം എന്ന് പറയുന്ന ശ്ലോകത്തിലാണ്. ആ ശ്ലോകത്തിന്റെ രണ്ടാം ഭാഗത്തിൽ അങ്ങനെയാണ് അദ്ദേഹം ചോദിക്കുകയാണ്: അധസ്ത്വാം ആരാധ്യാം ഹരിഹര വിരിഞ്ചാതിഭിരവി പ്രണന്തും സ്തോതും വ കഥമകൃത പുണ്യപ്രഭവതി. അതിനെ കുമാരനാശാൻ ഇങ്ങനെ തർജ്ജമ ചെയ്തിരിക്കുകയാണ്: മല്ലാക്ഷൻ ശംഭു മുമ്പാം മഹിത വിബുദ്ധരാൽ മഞ്ഞയാം നിന്നെ വാഴ്ത്തി ചൊല്ലാനും കുമ്പിടാനും ജനനി പുനരിതാർക്കാവോ പുണ്യം തരാന്. അതായത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരാൽ അത്രയും ഉന്നതന്മാരായിരിക്കുന്നവരാൽ പോലും വന്ദിക്കപ്പെടുന്ന ദേവിയെ പൂജിക്കണമെങ്കിൽ പോലും എത്രയോ പുണ്യം വേണമെന്നാണ് ആ വരികളുടെ താല്പര്യം. അപ്പം ഒരർത്ഥത്തിൽ നമ്മളൊക്കെ പുണ്യശാലികളാണ് അല്ലേ? ഈ നവരാത്രി കാലത്ത് നമ്മൾ വേറെ എന്തൊക്കെ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു, അതൊന്നും ചെയ്യാതെ ദേവിയുടെ നാമം കുറച്ചു നേരമെങ്കിലും ദേവിയെക്കുറിച്ച് ചിന്തിക്കാനൊക്കെ നമ്മൾ വന്നതുകൊണ്ട് നമ്മളെല്ലാവരും പുണ്യശാലികളാണ് സത്യം പറഞ്ഞാൽ. അപ്പം അങ്ങനെയാണ് ദേവി ഭക്തിയെക്കുറിച്ച്. ദേവി ഭക്തി ഉണ്ടാവണമെങ്കിൽ പോലും, ദേവിയെ സ്മരിക്കണമെങ്കിൽ പോലും, തൊഴണമെങ്കിൽ പോലും അത്രയും പുണ്യശാലികൾക്ക് സാധിക്കൂ എന്നാണ് ശങ്കരാചാര്യ സ്വാമി പറഞ്ഞിരിക്കുന്നത്. ഇനി ലളിതാ സഹസ്രനാമം നിങ്ങളിൽ പലരും വളരെ ഫെമിലിയർ ആയിരിക്കും ലളിതാ സഹസ്രനാമം. കാരണം ആശ്രമത്തിൽ അമ്മ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്തോത്രമാണ്, ഒരു മന്ത്രമാണ്, മാലാമന്ത്രമാണ് ലളിതാ സഹസ്രനാമം. ലളിതാ സഹസ്രനാമത്തിൽ പല പല കാര്യങ്ങൾ ദേവിയെ കുറിച്ച് പറയുന്നുണ്ട്. ദേവിയുടെ അംഗോപാംഗ വർണ്ണനയുണ്ട്. ദേവി സൗന്ദര്യത്തിന്റെ എല്ലാ അളവുകോലുകൾ വെച്ചും ദേവിയുടെ ശരീരത്തെ വർണ്ണിക്കുന്നുണ്ട്. ദേവി അനേക കോടി ബ്രഹ്മാണ്ഡങ്ങളെ ഭരിക്കുന്ന ശ്രീ മഹാരാജ്ഞിയായിട്ട് ദേവിയെ പറയുന്നുണ്ട്. ഷഡാധാര ചക്രങ്ങൾ, നമ്മളുടെ ശരീരത്തിലെ താന്ത്രിക രീതിയിലുള്ള ചക്രങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ യോഗിനികളായി ഹാഗിനി, ലാഗിനി, സാഗിനി എന്ന് പറയുന്ന യോഗിനികളായി ദേവി എങ്ങനെ വർത്തിക്കുന്നു എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇനിയും മറ്റു ചില മന്ത്രങ്ങളിൽ ദേവിയുടെ ഉഗ്രരൂപത്തെ മഹാകാളി എന്നും ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേന സമന്വിത എന്നും സർവായുധര എന്നുമൊക്കെ പറയുന്ന പേരുകളിൽ ദേവിയുടെ ഉഗ്രഭാവത്തെ വർണ്ണിക്കുന്നുണ്ട്. പക്ഷേ വളരെ രസകരമായൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഈ ദേവിയുടെ സൗന്ദര്യത്തെ, ദേവിയുടെ അധികാരത്തെ, ദേവിയുടെ സർവ ബ്രഹ്മാണ്ഡങ്ങളുടെയും ആധിപത്യത്തെ, ദേവിയുടെ ഉഗ്രരൂപങ്ങളെ, ദേവിയുടെ എല്ലാ ഭാവഭേദങ്ങളെയും ലളിതാ സഹസ്രനാമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നത് രണ്ട് വാക്കുകളുടെ ഇടയിലാണ്. ആദ്യം ലളിതാ സഹസ്രനാമം തുടങ്ങുന്നത് ശ്രീമാത എന്ന വാക്കിലാണ്, എന്ന നാമത്തിലാണ്. അവസാനിക്കുന്നതാകട്ടെ ലളിതാംബിക എന്നാണ്. അംബിക എന്ന് പറയുമ്പോൾ, ശ്രീമാത എന്ന് പറയുമ്പോൾ അമ്മ എന്നാണ് അർത്ഥം. ചുരുക്കി പറഞ്ഞാൽ സകല ഭാവഭേദങ്ങളെയും മാതൃത്വം എന്ന, അമ്മ എന്ന രണ്ട് അക്ഷരത്തിനുള്ളിൽ ഒതുക്കം ചെയ്തിരിക്കുന്നു എന്നും കൂടിയാണ് ലളിതാ സഹസ്രനാമം നമ്മോട് സംവദിക്കുന്നത്. അമ്മ മാതാമൃതാനന്ദമയ സദ്ഗുരു മാതാമൃതാനന്ദമയ ദേവി വളരെ മനോഹരമായി പറയുന്നുണ്ട്: ഈശ്വരൻ സ്ത്രീയോ പുരുഷനോ എന്ന് ചോദിച്ചാൽ ഈശ്വരൻ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കെല്ലാം അതീതനായ സത്തയാണ്. അല്ലെങ്കിൽ ഈശ്വരൻ സ്ത്രീ പുരുഷ ഭേദങ്ങൾക്കെല്ലാം അതീതനാണെന്നാണ് ഉത്തരം. എങ്കിലും ഈശ്വരൻ ഏതെങ്കിലും ഒരു ലിംഗം കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ പുരുഷനേക്കാളേറെ സ്ത്രീയാണ്. കാരണം മാതൃത്വം എന്ന ഈശ്വരീയ ഗുണം പുരുഷനേക്കാളേറെ സ്ത്രീയിലാണ് പ്രകടമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഏതെങ്കിലും ഒരു ലിംഗം കൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ പുരുഷനേക്കാളേറെ സ്ത്രീയാണെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഈ മാതൃത്വത്തെ, ഈ സകല ജീവരാശികളെയും പെറ്റുപോറ്റുന്ന ജഗന്മാതാവിനെയാണ് നമ്മൾ നവരാത്രിയിൽ ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. നവരാത്രി എന്ന് പറഞ്ഞാൽ കേവലം കുറെ പൂജയോ അല്ലെങ്കിൽ ഒന്നും മാത്രമല്ല. അത് നൃത്തങ്ങളിലൂടെ, സംഗീതങ്ങളിലൂടെ, ആഘോഷങ്ങളിലൂടെ, നമ്മുടെ എല്ലാ ആഘോഷങ്ങളും അങ്ങനെയാണ്. കേവലം കണ്ണടച്ചിരുന്ന് ധ്യാനിക്കലോ അതൊന്നും മാത്രമല്ല. എല്ലാ നിറങ്ങളും ഉപയോഗിച്ച്, എല്ലാ വർണ്ണങ്ങളും ഉപയോഗിച്ച്, എല്ലാ സംഗീത ഉപകരണങ്ങളും ഉപയോഗിച്ച് എല്ലാത്തിനെയും ആഘോഷിക്കുന്ന, എല്ലാത്തിനെയും കൊണ്ടാടുന്ന ഒരു സംസ്കൃതിയാണ് നമ്മുടെ. നവരാത്രിയും നമ്മളങ്ങനെ ആ വിശ്വമാതൃത്വത്തെ തന്നെയാണ് കൊണ്ടാടുന്നത്. ഇന്ന് നോക്കൂ, ഇപ്പം ഈ വിശ്വമാതൃത്വത്തോട് നമുക്കെല്ലാം ഒരു പൊക്കിൾക്കൊടി ബന്ധം. ഈ വിശ്വമാതാവിനോട്, ഈ ലോകം മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിച്ച് വിധാനിച്ച് ഒടുവിൽ തന്നിലേക്ക് തന്നെ
അതെ, ഈ ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന പോലെ ഒരു പൂർണ്ണനാഭിവത്ത്, ഒരു എട്ടുകാലിയെ പോലെ, ഒരു ചിലന്തിയെ പോലെ തൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ നൂലുകൾ ചിലന്തി പുറത്തേക്ക് പുറപ്പെടുവിക്കുകയും ഒടുവിൽ തന്നിലേക്ക് തന്നെ ആ നൂലുകളെ മുഴുവൻ തിരിച്ചെടുക്കുകയും ചെയ്യുന്നത് പോലെ ജഗജ്ജനനിയുടെ ഉള്ളിൽ നിന്നും പ്രകടമായിരിക്കുന്ന ഒരുപാട് കാര്യം, ഈ ലോകത്തിലെ സകലതും ആ ജഗജ്ജനനിയുടെ ഉള്ളിൽ നിന്ന് പ്രകടമായിരിക്കുന്നതാണ്, അത് അതിലേക്ക് തന്നെ വിലയിക്കുന്നതുമാണെന്നാണ് ഭാരതീയ സങ്കല്പം. അങ്ങനെ നോക്കുമ്പോൾ ആ വിശ്വമാതൃത്വത്തോട് നമുക്കൊരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്. ഒരമ്മയോട് കുട്ടിക്കുള്ള പൊക്കിൾക്കൊടി ബന്ധം പോലെ തന്നെ ആ ജനനത്തോടു കൂടി ആ പൊക്കിൾക്കൊടി അറക്കപ്പെട്ടാലും അത് സൂക്ഷ്മമായ തലത്തിൽ അമ്മയും മകനെയും അമ്മയും മകളെയും അത് നിരന്തരമായി ബന്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഇനാനെയും അശേരയും ഐസിസിനെയും ഒക്കെ ആരാധിക്കപ്പെട്ട നാടുകളിൽ അവർ ആ വിശ്വമാതൃത്വത്തിനെ ഇന്ന് അമ്മയിലൂടെ തിരികെ കണ്ടെത്തുന്നത്. എൻ്റെ ഒരു നേറ്റീവ് അമേരിക്കൻ സുഹൃത്ത്, നേറ്റീവ് അമേരിക്കൻ എന്ന് പറഞ്ഞാൽ നമ്മൾ റെഡ് ഇന്ത്യൻ എന്ന് യൂറോപ്യൻസ് വിളിച്ച നേറ്റീവ് അമേരിക്കൻ, അമേരിക്കയിലെ തദ്ദേശീയ വിഭാഗത്തിൽപ്പെട്ട അങ്ങനെയുള്ള ഒരു സുഹൃത്തുണ്ട്, ഇവിടെ ആശ്രമത്തിലുള്ളതാണ്, നിരുപമ എന്ന് പറയും. അവരെന്നോട് പറഞ്ഞത് അവരുടെ ഗോത്രത്തിൻ്റെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട്. അവിടുത്തെ ദേവി, അവരുടെ ദേവതാ സങ്കല്പമാണ് വൈറ്റ് ബഫല്ലോ കാഫൂം എന്ന് പറയും. ആ ദേവിയുമായി ബന്ധപ്പെട്ടൊരു സങ്കല്പമുണ്ട് അവർക്ക് എന്ന്. അവരുടെ സംസ്കൃതി വീണ്ടും പുനരുദ്ധരിക്കപ്പെടുന്നു എന്നതിൻ്റെ തെളിവ് ആദ്യം ഒരു പൂർണ്ണമായും വെള്ള നിറമുള്ള ഒരു ചില ലക്ഷണങ്ങളോടുകൂടി ഒരു എരുമക്കുഞ്ഞ് ഉണ്ടാവുന്നതോടുകൂടി വീണ്ടും ആ സംസ്കൃതി പുനരുദ്ധരിക്കപ്പെടുമെന്ന് അവർക്കൊരു വിശ്വാസമുണ്ട്. അവർ പറയുകയാണ്, അമ്മ അവരുടെ നഗരത്തിൽ ചെന്ന ആ ദിവസം ആണ് അവിടെ എത്രയോ നാളുകൾക്ക് ശേഷം അങ്ങനെ ഒരു അത്ഭുതം, ഒരു സംഭവം ഉണ്ടായതായിട്ട് അവർ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വിശ്വമാതൃത്വത്തെ, ഈ വിശ്വമാതൃത്വത്തോടുള്ള പൊക്കിൾക്കൊടി ബന്ധത്തെയാണ് ഇന്ന് വീണ്ടും ഈ നാടുകളിലെല്ലാം അമ്മയിലൂടെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ ദേവീപൂജയ്ക്ക് ഒരു തത്വചിന്തയുണ്ട്. കാരണം നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും, അന്നപൂർണേശ്വരി സ്തവത്തിന്റെ അവസാനം ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്, മാതാമേ പാർവതീ ദേവി പിതാ ദേവോ മഹേശ്വര ബാന്ധവ ശിവഭക്തശ്ച സ്വദേശോ ഭുവനത്രേ. ഈ സാക്ഷാൽ പരമശിവനാണ് എൻ്റെ അച്ഛൻ, സാക്ഷാൽ പാർവതി ദേവി എൻ്റെ അമ്മയും, ഈ മൂന്ന് ലോകങ്ങളും എൻ്റെ സ്വദേശമാണ്. യഥാർത്ഥത്തിൽ ഇതിലും വലിയൊരു തത്വചിന്ത നമുക്ക് ലോകത്തിൽ നിന്ന് മുന്നോട്ട് വയ്ക്കാനുണ്ട്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ കുടുംബമായി കരുതുന്ന, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അടിസ്ഥാനം, നമ്മളുടെ എല്ലാം അടിസ്ഥാനം ദേവിയാണെന്ന് കരുതുന്ന, ദേവിയാണെന്ന് ചിന്തിക്കുന്ന, ആ വിശ്വജനനിയുടെ മക്കളാണ് നമ്മളെല്ലാവരും എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ ആ ബ്രഹ്മാതി പിപീലികാന്ത ജനനി എന്ന് ദേവിയെ വിളിക്കാറുണ്ട്. ബ്രഹ്മാവ് മുതൽ, അതായത് ഏറ്റവും ഉയർന്ന തലത്തിലിരിക്കുന്ന ബ്രഹ്മാവ് മുതൽ പിപീലികാന്ത ജനനി, പിപീലിക എന്ന് പറഞ്ഞൊരു ഉറുമ്പ്, ആ ഉറുമ്പ് പോലും, ആ ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെ, അതായത് ഉറുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം ഒരു ഉറുമ്പ് എന്നല്ല അർത്ഥം, ഏറ്റവും ചെറിയ ജീവി വരെ, ഏറ്റവും ഉന്നതമായ ബ്രഹ്മാവ് മുതൽ ഏറ്റവും ചെറിയ ജീവി വരെ സകലതും ഒരമ്മയുടെ മക്കളാണെന്ന് കരുതുമ്പോൾ, ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചിന്തിക്കുമ്പോൾ, അത് പങ്കുവയ്ക്കുന്ന ഒരു സൗഭ്രാതൃത്വത്തിൻ്റെ, ഒരു സാഹോദര്യത്തിൻ്റെ സന്ദേശത്തെ ആണ് നവരാത്രി ഉദ്ഘോഷിക്കുന്നത്. ഈ ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെ സകലത്തിലും അന്തർലീനമായിരിക്കുന്ന ദിവ്യത്വത്തിനെ, ദേവി തന്നെയാണ് ഇതെല്ലാമായി മാറിയിരിക്കുന്നതെന്നുള്ള ബോധ്യത്തിനെ, സ്ത്രൈണ പൗരുഷങ്ങളുടെ, ശിവശക്തികളുടെ ഐക്യത്തിലാണ് ഇതെല്ലാം നിലനിൽക്കുന്നതെന്നുള്ള തത്വത്തെ കൂടിയാണ് നവരാത്രി നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ നവരാത്രി ആ വിശ്വമാതൃത്വത്തിൻ്റെ ആഘോഷമാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിക്കുകയും സംഹരിക്കുകയും തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുകയും ചെയ്യുന്ന അമ്മയെ തിരിച്ചറിയുമ്പോൾ ഈ ലോകത്തിലുള്ള ഒന്നും നമ്മളുടെ മാത്രമല്ല, പൊതുവെ ഒരു എന്താ പറയുക, മനുഷ്യന് വേണ്ടിയാണ് പ്രപഞ്ചം സൃഷ്ടിച്ചതെന്നുള്ള ഒരു മിഥ്യാധാരണയിലാണ് പലരും. ആ മിഥ്യാധാരണയുണ്ടാക്കിയ കുഴപ്പങ്ങളാണ് ഈ കാണുന്നത് മുഴുവൻ. അതിന് പകരം മനുഷ്യനും സർവ്വചരാചരങ്ങളും ഒരേ ദേവിയുടെ മക്കളാണെന്നും ഈ സർവ്വചരാചരങ്ങൾക്കും നമുക്കെത്ര അധികാരം ഉണ്ടോ ലോകത്തിൽ, അത്രയും അധികാരം, അല്ലെങ്കിൽ അതിലധികം അധികാരം നമ്മുടെ സഹജീവികൾക്ക്, മറ്റു ജീവികൾക്കും ഉണ്ടെന്ന തിരിച്ചറിവും കൂടിയാണ് നവരാത്രി പങ്കുവയ്ക്കുന്നത്. അപ്പം ആ തത്വത്തെ അറിയുവാൻ, അതോടൊപ്പം തന്നെ ദേവിയുടെ അനന്തഭാവങ്ങളെ, അനന്ത രൂപങ്ങളെ, സൗന്ദര്യത്തിൻ്റെ ആയാലും ഭയാനകതയുടേതായാലും ഏത് രൂപമെടുത്താലും ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ, ഒരു കൊച്ചുകുഞ്ഞിൻ്റെ അധികാരത്തോടെ ആ ദേവിയെ നോക്കി അമ്മയെന്ന് വിളിക്കാൻ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുന്ന, അതിനെ പരിപാലിക്കുന്ന ആ മഹാശക്തിയെ അമ്മയെന്ന് വിളിക്കാനുള്ള അധികാരം നമുക്കുണ്ടെന്ന തിരിച്ചറിവും കൂടിയാണ് നവരാത്രി പങ്കുവയ്ക്കുന്നത്. ഈ നവരാത്രിയിൽ എല്ലാവർക്കും എല്ലാ നന്മകളും ജഗദീശ്വരി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്
എൻ്റെ വാക്കുകൾ അമ്മയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എല്ലാവർക്കും നല്ലൊരു നവരാത്രി ആശംസിക്കുകയും ചെയ്യുന്നു. ഓം അമൃതേശ്വരിയെ നമഃ. Thank you, sir, for enlightening all of us, and also thank you for your kind and supporting words about our initiative. Now, we have Pavitra Ramesh ma'am, who is a pillar and an active participant of our IS team. She is also a dedicated parent who has molded her kids culturally, and they have also performed in Amrita TV's Shrestha Bharatam program. In a word that is becoming culturally ignorant day by day, the effort put in by Pavitra ma'am to impart the dwindling cultural knowledge to her children that definitely cannot be overlooked. Without wasting any more time, I welcome Pavitra ma'am for her talk on Devi Tattva. Ma'am, please. നമസ്കാരം. നമസ്കാരം, കേൾക്കാമോ? നമസ്കാരം. Ma'am, കേൾക്കാം. ഓം അമൃതേശ്വരിയെ നമഃ. ത്വമേവ മാതാ ച പിതാ ത്വമേവ ത്വമേവ ബന്ധുശ്ച സഖാ ത്വമേവ ത്വമേവ വിദ്യാ പ്രതിദം ത്വമേവ ത്വമേവ അമൃതേശ്വരി. ഇന്നിവിടെ നമ്മൾ ഈ നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി അയുത്ത് സംഘടിപ്പിച്ച ഈ സത്സംഗ് പരമ്പരകളിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിനുള്ള അവസരം തന്ന ഇതിന്റെ ഭാരവാഹികളോട് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. ഈ പ്രതികൂല സാഹചര്യത്തിലും നിങ്ങൾ തയ്യാറെടുത്തത്, ഇങ്ങനെയെങ്കിലും ഇത് തുടർന്നു കൊണ്ടുപോയതിൽ നിങ്ങൾ എല്ലാവരും അതിന് അഭിനന്ദനവും അർഹിക്കുന്നു. ഇപ്പം ഇന്നത്തെ എൻ്റെ വിഷയം ദേവീ തത്വം എന്നുള്ളതാണ്. അതായത് ഒരു സാഗരം പോലെ കിടക്കുന്ന ഈ ഒരു സബ്ജക്റ്റ്, വിഷയത്തിൽ എന്തെങ്കിലും പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. എന്തുകൊണ്ട് ഞാൻ തന്നെ ചിന്തിച്ചതെന്ന് വെച്ചാൽ, എങ്ങനെ ഞാൻ ഈ വിഷയം തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ആകെ ജനിച്ചത് മുതൽ കുഞ്ഞുനാളിലെ ഇവിടം വരെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദേവതാ സങ്കല്പം ദേവി തന്നെയാണ്. അപ്പം ഇപ്പം അമ്മയുടെ തണലിൽ ആ കൃപയിൽ ജീവിക്കുമ്പോഴും അപ്പം എന്തെങ്കിലും പറയാൻ പറ്റുമെങ്കിൽ അത് അമ്മയെ കുറിച്ചായിരിക്കുമോ എന്നൊരു പ്രതീക്ഷയിൽ ഞാൻ തുടങ്ങാണ്. ഈ നവരാത്രിയിൽ ദേവി ഭാഗവതം അല്ലെങ്കിൽ ദേവി മഹാത്മ്യമാണല്ലോ നമ്മൾ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് അല്ലെങ്കിൽ കഥകൾ കേൾക്കുന്നത്. അപ്പം ഈ ദേവി ഭാഗവതത്തിൽ ഒരു കഥയോടെ നമുക്ക് തുടങ്ങാം. ദേവി ഭാഗവതത്തിൽ പറയുന്നു, ദേവാസുര യുദ്ധം നടക്കുകയാണ്. വർഷങ്ങളായി, ഏകദേശം 100 വർഷങ്ങളായി നടന്നു കൊണ്ടിരിക്കുകയാണ് ആ യുദ്ധം. ആ യുദ്ധത്തിൽ അസുരന്മാരെ പരാജയപ്പെടുത്താൻ ഒടുവിൽ ദേവിയുടെ പരാശക്തിയുടെ സഹായത്തോടെ ദേവന്മാർ അസുരന്മാരെ പരാജയപ്പെടുത്തുന്നു. അങ്ങനെ അവർ പാതാളത്തിലേക്ക് പലായനം ചെയ്യുന്നു അസുരന്മാർ. അങ്ങനെ ദേവന്മാർ സന്തോഷത്തോടെ സ്വർഗത്തിൽ വാഴുന്നു. അങ്ങനെ കുറച്ചു കാലം കൊണ്ട് അവര് ദേവിയുടെ ആ ഒരു പ്രഭാവത്തെ മറക്കുന്നു. അവര് സന്തോഷത്തും കൊണ്ടും അഹങ്കാരികളായി മാറുകയാണ്. അതായത് അവര് ചിന്തിക്കുകയാണ്, നമ്മുടെ ശക്തിയും കഴിവും കൊണ്ട്, അതായത് സൃഷ്ടി സ്ഥിതി സംഹാരത്തിന് പറ്റുന്ന കഴിവുകളാണ് നമുക്കുള്ളത്. ആ കഴിവുകൾ കൊണ്ട് ഞങ്ങൾ അസുരന്മാരെ പേടിപ്പിച്ചു. അസുരന്മാർ ഇവിടുന്ന് പാതാളത്തിലേക്ക് പോയി. അപ്പൊ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. അതായത് ഒരു അഹങ്കാരം, അതായത് തന്റെ കഴിവുകളിലുള്ള അമിതമായ വിശ്വാസവും തങ്ങളുടെ സാമർഥ്യവും ഒക്കെ കൊണ്ട് അഹങ്കാരികളായി മാറി ഈ ദേവന്മാർ അങ്ങനെ സ്വയം പുകഴ്ത്തി, അന്യോന്യം പുകഴ്ത്തിയൊക്കെ ജീവിക്കുകയാണ്. അപ്പം ഈ ഒരു അവസ്ഥ കണ്ട് ദേവി ഇവരെ മുന്നിൽ പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ ദേവി ഇവരെ മുന്നിൽ ഇപ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടത് ഒരു യക്ഷരൂപത്തിലാണ്. അത് യക്ഷരൂപം എന്നിവിടെ പറയുന്നത് പ്രത്യേകിച്ച് ആകൃതികളില്ല, ഒരു തേജപുഞ്ചമായി, അതായത് കോടി സൂര്യന്റെ പ്രഭയോടും ചന്ദ്രന്റെ ശീതളിമയോടും പിന്നെ മിന്നയോടൊക്കെ കൂടി ഒരു പ്രകാശപുഞ്ചം പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ അത് കണ്ടപ്പോൾ ദേവന്മാർക്ക് ഭീതിയായി. ഇതെന്താണ് ഇതെന്ന് മനസ്സിലാക്കാൻ അവര് ദേവേന്ദ്രന്മാർ എപ്പോഴും ദേവേന്ദ്രന് പേടി തന്റെ സ്വർഗവും തന്റെ സിംഹാസനവുമാണല്ലോ. അപ്പം അതെന്താണ്, അത് മായയാണോ, വല്ല അസുരന്മാരുടെ വല്ല തന്ത്രമാണോ, അതൊന്ന് അന്വേഷിച്ചു വരൂ എന്ന അതിനുവേണ്ടി അദ്ദേഹം അഗ്നിയെ ആദ്യം ചുമതലപ്പെടുത്തുകയാണ്. അപ്പൊ അഗ്നി വരുന്നു, വന്ന് ഈ യക്ഷത്തിന് മുന്നിൽ നിൽക്കുന്നു. അപ്പം യക്ഷത്തിൽ നിന്നും ഒരു ശബ്ദം വരികയാണ്, ആരാണ് നീ, എന്താണ് നിന്റെ കഴിവ്? അപ്പം അഗ്നി പറയുകയാണ്, ഞാൻ അഗ്നിയാണ്. അതായത് ഈ സകലതിനെയും എരിച്ചു കളയാൻ, നിഷ്പ്രയാസം എനിക്ക് എരിച്ചു കളയാൻ കഴിയും, അത്രയ്ക്കും ശക്തിമാനാണ് ഞാൻ.
യക്ഷം ഒരു പുൽക്കൊടി കാണിച്ചു പറയും, ഈ പുൽക്കൊടിയെ ഒന്ന് കരിയിച്ചു നോക്കൂ, നിന്റെ സാമർഥ്യം തെളിയിക്കാൻ പറയും. അഗ്നി എത്ര ശ്രമിച്ചിട്ടും ആ പുൽക്കുടിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അവസാനം തന്റെ കഴിവൊന്നുമല്ല എന്ന് മനസ്സിലാക്കി ഈ അഗ്നിദേവൻ ജാള്യതയോടെ തിരിച്ചു പോവാണ്. ദേവേന്ദ്രനോട് പറയുന്നു, എന്റെ കഴിവിലുള്ള എന്റെ അഹങ്കാരം ഇതോടെ നശിക്കുന്നു, ഞാൻ ഒന്നുമല്ല എന്ന് എനിക്ക് മനസ്സിലാകുന്നു എന്ന് പറയും. പക്ഷെ ദേവേന്ദ്രൻ അതുകൊണ്ട് തൃപ്തിയാവുന്നില്ല. ദേവേന്ദ്രൻ വായുദേവനെ വിളിക്കുകയാണ്. സകല ചരാചരങ്ങൾക്കും പ്രാണവായുവായ താങ്കൾ പോയി ബലാബലം പരീക്ഷിക്കൂ എന്ന് പറയാണ്. അങ്ങനെ വായുദേവൻ വരുന്നു. അപ്പോൾ പുൽക്കൊടി ചോദിക്കുന്നു, നീ എന്തിന് കഴിവുള്ള, നിന്റെ കഴിവെന്താണ്? ക്ഷമിക്കണം, യക്ഷൻ ചോദിക്കുന്നു, നിന്റെ കഴിവെന്താണ്? അപ്പൊ വായുദേവൻ പറയാണ്, സർവ്വ ചരാചരങ്ങളുടെ പ്രാണവായു ഞാൻ. അതായത് എന്തിവിടെ അനങ്ങണമെങ്കിൽ, ഈ പ്രകൃതിയിൽ എന്തെങ്കിലും ഒന്ന് അനങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അത്രയും പുൽക്കൊടിയെ തന്നെ കാണിച്ചു പറയും, ഈ പുൽക്കൊടി ഒന്ന് അനക്കി നോക്കൂ. പറ്റുന്നില്ല. തന്റെ സർവ്വശക്തിയും പ്രയോഗിച്ചിട്ടും പറ്റുന്നില്ല. വായുദേവൻ തോറ്റു പിന്മാറുന്നു. അങ്ങനെ ഒടുവിൽ ദേവേന്ദ്രൻ തീരുമാനിക്കും, അങ്ങനെയാണെങ്കിൽ അത് എന്താണെന്ന് ഞാൻ തന്നെ പോയി അറിയാം. ദേവേന്ദ്രൻ വരികയാണ്. പക്ഷെ ദേവേന്ദ്രൻ വരുമ്പോൾ ആ യക്ഷം അപ്രത്യക്ഷമാവുകയാണ്. അതായത് ഒന്ന് കാണാൻ പോലും ദേവേന്ദ്രന് സാധിക്കുന്നില്ല. അവിടെ നിന്ന് തുടങ്ങി ദേവേന്ദ്രന്റെ ഒരു തിരിച്ചറിവ്. ദേവേന്ദ്രൻ ചിന്തിക്കുകയാണ്, മറ്റു ദേവന്മാർക്ക് കാണാൻ കഴിഞ്ഞു, എനിക്ക് കാണാൻ പോലും സാധിച്ചില്ല. അപ്പം വളരെയധികം എന്താ പറയാ, അഹങ്കാരമൊക്കെ നശിച്ച് ജാള്യതയോടെ അവിടെ ഇരിക്കുകയാണ്. അപ്പം ഒടുവിൽ ആ ശരണാഗത ഭാവം, അതായത് ആശ്രയഭാവം മനസ്സിൽ വന്നുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുമ്പോൾ ഒരു അശരീരി ഉണ്ടാവുകയാണ്. നീ മൂലമന്ത്രം ജപിച്ച് അവിടെ ജപിച്ച് ധ്യാനിക്കൂ പറയും. അങ്ങനെ വർഷങ്ങളോളം അദ്ദേഹം കഠിനമായ തപസ് ചെയ്ത് ഒടുവിൽ ആ തേജോ പുഞ്ചം അല്ല യക്ഷം വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. പക്ഷെ ഇപ്രാവശ്യം യക്ഷം പ്രത്യക്ഷപ്പെടുന്നത് അതിനൊരു രൂപമുണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, ഒരു ദേവീ രൂപമായിരുന്നു. അതായത് സൂര്യപ്രഭയോടെ വരാഭയ മുദ്രകളുമായി പാശാങ്കുശ ആദികൾ കയ്യിൽ പിടിച്ച ചതുർബാഹങ്ങളോടെ 4 വേദങ്ങളാൽ ചുറ്റപ്പെട്ട കരുണാദ്ര നയനത്തോടെ ആ അനുഗ്രഹത്തോടെ വീക്ഷിക്കുന്ന ദേവി. ദേവിയോട് ദേവേന്ദ്രൻ ചോദിക്കുകയാണ്, ദേവി അങ്ങ് എന്താണ്, അങ്ങയുടെ ഈ രൂപത്തിന്റെ വിശേഷം എന്താണ്? അപ്പം ആദ്യമായി അങ്ങനെ ബ്രഹ്മ രൂപിണിയായി ദേവി പ്രത്യക്ഷപ്പെടുന്നു എന്ന് പരാമർശിക്കുന്നത് അവിടെയാണ്. അപ്പം ദേവി പറയുകയാണ്, എന്തിനാണോ ഈ ലോകത്തിൽ, എന്തുകൊണ്ടാണോ ഇവിടെ എല്ലാം നിലനിന്ന് പോകുന്നത്, എന്തിന്റെ പ്രഭാവത്തിലാണോ എല്ലാം ഉള്ളത്, എന്തിന്റെ അഭാവത്തിൽ ഇവിടെ ഒന്നുമില്ലാതെയാവുന്നു, എന്തിനെയാണോ ബ്രഹ്മജ്ഞാനികൾ വാഴ്ത്തുന്നത്, എന്താണോ ഈ ലോകത്തിൽ സകലത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ചൈതന്യം, ആ ബ്രഹ്മസ്വരൂപിണിയാണ്, ആ ബ്രഹ്മമാണ് ഞാൻ എന്ന് ദേവി ആദ്യമായി പ്രകടമാകുന്നു. അവിടെ ദേവേന്ദ്രന് ആ ബ്രഹ്മജ്ഞാനം കിട്ടുന്നു എന്നാണ് കഥ. അപ്പം ഇവിടെ ഇപ്പം നമ്മൾ ആദ്യം ദേവി മായാസ്വരൂപിണിയായി ദേവേന്ദ്രനെ സഹായിച്ചു യുദ്ധത്തിൽ. പിന്നെ ഒരു സമയത്ത് അതേ ദേവി മറ്റൊരു രൂപത്തിൽ, അതായത് ബ്രഹ്മസ്വരൂപിണിയായി പ്രത്യക്ഷപ്പെട്ടു. അപ്പം ഒരു ദേവീ തത്വം എന്ന് പറയുമ്പോൾ ഈ 2 തത്വങ്ങൾ അടങ്ങിയതാണ് ദേവി. മായാസ്വരൂപിണിയുമാണ്, ബ്രഹ്മസ്വരൂപിണിയുമാണ്. അപ്പൊ മായാസ്വരൂപിണി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഈ ജഗത്തിൽ കാണുന്ന എല്ലാം എന്തൊക്കെ മാറുന്നുവോ അതൊക്കെ പ്രകൃതിയുടെ ഭാഗമാണ്, അതും ദേവിയുടെ തന്നെ ഭാഗമാണ്. പക്ഷെ ദേവിയുടെ മറ്റൊരു മുഖമാണ് ഈ ബ്രഹ്മസ്വരൂപിണിയായുള്ള ഭാവം. ആ ഭാവത്തെ അറിയാൻ വേണ്ടി, അതിനു വേണ്ടിയുള്ള ഓരോ ചുവടുവയ്പ്പാണ് നമ്മൾ ആധ്യാത്മികത എന്ന് പറയുന്നത്. പൊതുവെ ലളിത സഹസ്രനാമം, നേരത്തെ സൂരജ് പറഞ്ഞ പോലെ ലളിത സഹസ്രനാമം അമ്മയുടെ ഒരു സങ്കല്പത്തിലാണ് ഇത്രയും പേർ അത് വായിച്ചു തുടങ്ങി നമ്മൾ അർച്ചന ചെയ്യുന്നത്. അപ്പൊ ആ ലളിത സഹസ്രനാമത്തിൽ ചില മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ എങ്ങനെയാണ്: സൃഷ്ടികർत्री ഗോപ്ത്രി ഗോവിന്ദ രൂപിണി സംഹാരിണി തിരോധാ നഗരീശ്വരി സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യ പരായണ. ഇവിടെ ദേവിയുടെ 5 കൃത്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം. അതിൽ ഈ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം എന്ന് പറയുന്നത് നമ്മൾ ഈ ലോകത്ത് കാണുന്ന എല്ലാം, അതായത് നമ്മൾ ഉൾപ്പെട്ട ഈ പ്രകൃതിയിൽ നടക്കുന്നതാണ്. അപ്പം അത് ദേവിയുടെ കൃത്യങ്ങളാണ്. അതുപോലെയുള്ള മറ്റൊരു കൃത്യമാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. അതായത് ഈ സംസാരത്തിൽ നിന്ന് ഒരാളെ പുറത്തെത്തിക്കാൻ, ആ സംസാര ലോകത്തിൽ, അതിനെ നമ്മൾ മായ എന്ന് വേണമെങ്കിലും പറയും, മായയിൽ നിന്ന് പുറത്തെത്തിക്കേണ്ട ആ കൃത്യം കൂടി ദേവി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്.
അതാണ് ദേവിയുടെ പഞ്ചകൃത്യം. മായ എന്ന് പറയുമ്പോൾ പൊതുവെ ആധ്യാത്മികതയുടെ ആധ്യാത്മിക കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയുന്ന കാര്യമാണ് മായയും. ദേവി അതേ രൂപിണിയുമാണ്, ആ മഹാമായയുടെ രൂപമാണ് ദേവി. അങ്ങനെ പറയുമ്പോൾ ഈ മായ എന്ന് പറയുന്നത് നമ്മുടെ ശരീരം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഞാൻ എന്ന ഭാവം, അഹങ്കാരം, ഇതെല്ലാം ഉൾപ്പെട്ട ഓരോ ലോകങ്ങളാണ്. അങ്ങനെ കൂടിച്ചേരുന്ന ഓരോ മനുഷ്യരുടെ കൂടിച്ചേരുന്ന ആ പ്രകൃതിയിലെ സകലതും ഉൾപ്പെട്ടതാണ് നമ്മൾ പറയുന്ന പ്രകൃതിയിലെ മായ എന്ന് പറയുന്നത്. ആ മായ സംസാരത്തെ തരണം ചെയ്യാനും നമുക്ക് ദേവിയെ ആശ്രയിക്കേണ്ടി വരുന്നു. ദേവിക്ക് അതിനുള്ള ആ ഭാവം കൂടി ഉണ്ട് എന്നുള്ളതാണ് ദേവീ തത്വത്തിനോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മള് മായ എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ മായ എന്ന് പറയുമ്പോൾ ഒരു യുക്തി അവരിൽ എപ്പോഴും വരുന്നുണ്ട്. അപ്പം വിവേകാനന്ദ സ്വാമികളുടെ ഒരു അനുഭവം ഇവിടെ പറയാണ്. സ്വാമികൾ ദേവന്റെ അടുത്ത് കുറച്ച് ശ്രീരാമകൃഷ്ണ ദേവൻ ആരാധിക്കുന്ന കാളി എന്ന രീതിയിലാണ് കാളിമയെ ആദ്യം ദേവിയെ കണ്ടിരുന്നത്. അദ്ദേഹത്തിന് യുക്തി കൊണ്ട് പലപ്പോഴും അദ്ദേഹം തർക്കിച്ചിട്ടുമുണ്ട് ഗുരുവിനോട്. അപ്പം ഒരു സമയത്ത് വിവേകാനന്ദ സ്വാമികൾക്ക് ദാരിദ്ര്യം, അച്ഛൻ പെട്ടെന്ന് മരിക്കുന്നത് കാരണം സമ്പന്നതയിൽ നിന്ന് അദ്ദേഹത്തിന്റെ കുടുംബം ദാരിദ്ര്യത്തിലേക്ക് വീഴുകയാണ്. അങ്ങനെ ദാരിദ്ര്യത്തിലേക്ക് വരുന്ന കഷ്ടപ്പെടുന്ന ഒരു കുടുംബം നോക്കേണ്ട ഉത്തരവാദിത്വം വരുമ്പോൾ അദ്ദേഹം തന്റെ ഗുരുവായ ശ്രീരാമകൃഷ്ണദേവനോട് പറയുകയാണ്, അങ്ങയുടെ കാളിയോട് പറയൂ എന്നെയിൽ നിന്ന് രക്ഷിക്കാൻ. പക്ഷേ വിവേകാനന്ദ സ്വാമികൾക്ക് മായയിലോ മായയെ അദ്ദേഹം അംഗീകരിച്ചില്ല. ദേവിയിൽ ഒരു ശരണാഗതിയും വരുന്നുമില്ല. പക്ഷേ ഗുരുവിനോടുള്ള സമർപ്പണമുണ്ട്. അപ്പം അദ്ദേഹം പറയും, ശ്രീരാമകൃഷ്ണദേവൻ പറയും, നീ തന്നെ പോയി ചോദിക്കൂ. അങ്ങനെ അദ്ദേഹം പറഞ്ഞു വിടുകയാണ്, കാളിയെടുത്ത് സമ്പന്നതയും ഐശ്വര്യവും കിട്ടണം, സ്വത്ത് കിട്ടണം, സൗഖ്യം കിട്ടണം, അതിനുവേണ്ടി ദേവിയുടെ അടുത്ത് പറഞ്ഞു വിടുകയാണ്. അപ്പൊ ദേവിയുടെ അടുത്ത് അദ്ദേഹം പോവുകയാണ്, മനസ്സോടെ പോയും. പക്ഷെ എന്തുകൊണ്ടോ ദേവിയുടെ അടുത്ത് അദ്ദേഹം ചോദിക്കുന്നത് ജ്ഞാനവും ഭക്തിയുമാണ്. അദ്ദേഹം തിരിച്ചു വരുന്നു. ഇത് പല പ്രാവശ്യം ആവർത്തിക്കുന്നു. പല പ്രാവശ്യം അദ്ദേഹത്തിന് പോകാതെ അദ്ദേഹം തിരിച്ചു വരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തെ ദേവിയോട് സ്വത്തോ സൗകര്യങ്ങളൊന്നും ചോദിക്കാൻ, സമ്പന്നതയൊന്നും ചോദിക്കാൻ സാധിക്കുന്നില്ല. ഒടുവിൽ അദ്ദേഹം മനസ്സിലാവും, താൻ ദേവിയോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പോലും അത് ആ ദേവിയുടെ തന്നെ ഇച്ഛ കൊണ്ടേ നടക്കുകയുള്ളൂ. അതായത് നമ്മുടെ ഉള്ളിൽ ഇപ്പം നമ്മള് ദേവി മഹാത്മ്യത്തിൽ പറയുന്നു, യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത, നിദ്രാരൂപേണ സംസ്ഥിത, ബുദ്ധിരൂപേണ സംസ്ഥിത, ശുതാരൂപേണ സംസ്ഥിത. അതായത് നമ്മുടെ ഉള്ളിൽ ഏത് ശക്തി അത് ദേവിയുടെ പ്രസൻസ് തന്നെയാണ്. അപ്പൊ നമ്മള് ദേവിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ പോലും അത് ദേവിയുടെ തന്നെ അനുഗ്രഹം വേണമെന്നാണ്. അതാണ് അതിന്റെ യുക്തി കൊണ്ട് പറയുന്ന ഒരു കാര്യം. അങ്ങനെ ദേവി പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നു. അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നു, വിവേകാനന്ദ സ്വാമികൾക്ക് അത് മനസ്സിലാവുന്നു. ശ്രീരാമകൃഷ്ണദേവൻ അദ്ദേഹം പറയുന്നു, നീ എന്തിനാണോ വിഷമിക്കുന്നത് അതിൽ നിനക്ക് മുക്തി കിട്ടും. പക്ഷെ ദേവിയിൽ നീ ചോദിച്ചില്ലെങ്കിലും അതിനുള്ള മുക്തി നിനക്ക് കിട്ടും. അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ആധ്യാത്മികതയിലേക്ക് നടക്കും. അപ്പൊ നമ്മള് മായയിലും ഈ ഐഹികത, അതായത് ഈ പ്രാപഞ്ചിക ലോകത്ത് നടക്കുന്ന ഓരോ വിഷയങ്ങൾ, നമ്മൾ അനുദിനം നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒരു വശത്തുണ്ടെങ്കിൽ അതിന്റെ മറുവശത്തുള്ളതാണ് ആധ്യാത്മികത. അതായത് ജീവിതം, ഈ നദി നമ്മുടെ ജീവിതത്തെ ഒരു നദിയായി സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിന്റെ രണ്ട് കരകളാണ്. ഒന്ന് ഐഹികത അല്ലെങ്കിൽ ലൗകികത, മറ്റൊന്ന് ആധ്യാത്മികത. ഒന്നില്ലാതെ, ഈ കരകളില്ലാതെ ജീവിത നദി ഒഴുകുന്നില്ല. അതിന്റെ ലക്ഷ്യം ആ സാഗരത്തിൽ അത് എത്തുന്നുമില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ ആധ്യാത്മികത എന്ന് പറയുന്നത് ഒരു റിട്ടയർമെന്റ് പ്ലാൻ പോലെ കാണുകയും നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനും നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒരു ഈശ്വര സങ്കല്പവുമായിട്ടാണ് ഒരുവിധം നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നത്. കാരണം ഒരുപക്ഷെ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ആ ധർമ്മത്തിനെ കുറിച്ചും നമ്മുടെ വിശ്വാസങ്ങളെ കുറിച്ചും നമ്മുടെ ശാസ്ത്രങ്ങളെ കുറിച്ചും പൂർണ്ണമായ ഒരു അറിവില്ലാത്തത് കൊണ്ടായിരിക്കും. ഇപ്പം അമ്മയുടെ കാര്യം എടുത്താൽ, അമ്മ നമ്മുടെ മുന്നിൽ ഒരു മായാരൂപിണിയായിട്ടാണ് നിൽക്കുന്നത്, മാതൃഭാവത്തിലാണ്. നമ്മൾ സന്തോഷിക്കുകയാണെങ്കിൽ അമ്മ നമ്മളോട് സന്തോഷിക്കും, നമ്മൾ കരയുകയാണെങ്കിൽ നമ്മളോട് കരയും, നമുക്ക് ആവശ്യങ്ങൾ തരും. ശരിക്കും ഒരു കൊച്ചു കുഞ്ഞ് വിശന്ന് കരയുമ്പോൾ അല്ലെങ്കിൽ ഒരു കളിപ്പാട്ടത്തിന് കരയുമ്പോൾ ആ അമ്മ എങ്ങനെ ആ കുഞ്ഞിനെ ആ വിഷമം മാറ്റി ആ കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്നു, അതുപോലെ നമ്മളുടെ ഈ ലോകത്തിലെ കാര്യങ്ങൾക്കായി, നമ്മുടെ ആഗ്രഹങ്ങൾക്കായി ഒക്കെ നമ്മൾ അമ്മ എടുത്തു പോകുന്നു. അമ്മ നമ്മളെ സന്തോഷിപ്പിച്ച് തിരിച്ചു വന്നു. പക്ഷെ അപ്പോഴും അമ്മയുടെ ആ മാറാത്ത ആ ബ്രഹ്മസ്വരൂപത്തെ കുറിച്ച് ഒരു ബോധം പോലും നമുക്കുണ്ടാകുന്നില്ല. അത് അമ്മ കാണിച്ചാൽ പോലും നമുക്കത് മനസ്സിലാവണമെന്നില്ല. കാരണം നമ്മൾ ജീവിക്കുന്നത് ഏത് സാഹചര്യത്തിലാണ്, അതേ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വന്ന് അമ്മ നമ്മുടെ മുന്നിൽ നിൽക്കുന്നു.
ഒരുപക്ഷെ അതിലെ ഏറ്റവും പക്ഷെ ചില സമയങ്ങളിൽ നമുക്ക് അമ്മയിൽ നിന്ന് ആ ഒരു സ്ഫുരണം കിട്ടാറുണ്ട്. നമ്മൾ എപ്പോഴാണോ ഇപ്പം പലപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങൾക്കപ്പുറം ഒരു സാമൂഹ്യ സേവന പദ്ധതി അല്ലെങ്കിൽ ജീവകാരുണ്യ പ്രവർത്തി യൂത്തിന്റെ മെമ്പേഴ്സാണ്, ആരെങ്കിൽക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിരിക്കാം മറ്റുള്ളവരുടെ കാര്യത്തിനായി. അപ്പം എന്റേത് ഞാന് എന്നുള്ള ആ ഒരു ഭാവത്തിൽ നിന്ന് വിട്ട് ഒരു സമൂഹത്തിന്റെ നന്മയ്ക്കായി എന്തെങ്കിലും പദ്ധതികളുമായി അമ്മയുടെ അടുത്ത് പോകുമ്പോൾ അമ്മ വളരെയധികം നമ്മളെ നമ്മളെ ഇൻസ്പയർ ചെയ്ത് നമ്മളോട് സംസാരിക്കും. അപ്പോഴൊക്കെ അമ്മയുടെ മുന്നിൽ നിന്നും അമ്മയുടെ മുഖത്തു നിന്ന് കിട്ടുന്ന ഭാവം എന്ന് പറയുന്നത് ആ ഒരു പരബ്രഹ്മ സ്വരൂപിണിയുടെ ഒരു ഭാവം വരും, ഒരു വിശ്വസ്നേഹത്തിന്റെ ഒക്കെ ഭാവം അമ്മയുടെ മുന്നിൽ നിന്ന് വരും. പക്ഷെ അത് എപ്പോഴും നമുക്കത് അനുഭവീയ വേദ്യമാവണമെന്നില്ല. കാരണം നമ്മളെപ്പോഴും നമ്മുടെ ഈ കൂട്ടിനുള്ളിൽ ആയതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പക്ഷെ അമ്മ ഒരിക്കലും നമ്മുടെ മുന്നിൽ ആ ഒരു ഗുരുഭാവത്തിൽ ഉണർന്ന് നമ്മുടെ മുന്നിൽ നിന്നാൽ ഒരുപക്ഷെ നമുക്കമ്മയെ മനസ്സിലാക്കാൻ സാധിക്കില്ല, നമുക്ക് ഇവിടെ നിന്ന് ഉയരാനും സാധിക്കില്ല. അപ്പൊ നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ മക്കള് ആ ഒരു തലത്തിലേക്ക് ഉയരുമെന്ന പ്രതീക്ഷയിൽ അമ്മ ഒരു മായ സ്വരൂപിണിയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പൊ നമ്മള് ആധ്യാത്മികതയെ കുറിച്ച് പറയുമ്പോൾ ഇപ്പൊ ഒരു വിദ്യാർത്ഥികളാണ് ഇവിടെ കൂടുതലും. അപ്പം നമ്മളൊക്കെ നിങ്ങളൊക്കെ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് ജോലി, അത് കഴിഞ്ഞ് ഒരു കുടുംബം, അങ്ങനെ അല്ലെങ്കിൽ സമൂഹം, അങ്ങനെയൊക്കെ നമ്മൾ ബിസിയായി പോയിട്ട് ഒന്നും ചെയ്യാത്ത അവസ്ഥയിൽ ചെയ്യാനുള്ളതല്ല ഭാഗവതവും ദേവി മഹാത്മ്യവും ഒക്കെ. നമ്മൾ ഇന്ന് തന്നെ അതിനുവേണ്ടി ചെയ്തു തുടങ്ങണമെന്നാണ്. അതായത് അമ്മ പറയാറുള്ളത് ഈ ശരീരത്തിൽ ആരോഗ്യമുള്ളപ്പോൾ തന്നെ അതിനു വേണ്ടി ശ്രമിക്കണം. അതിനുവേണ്ടി ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരു വലിയൊരു യാത്രയാണ്. ആ യാത്രയിൽ എങ്ങനെയാണോ നമ്മുടെ ലോകത്തിൽ സൗകര്യങ്ങളും സുഖങ്ങളും കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്നുവോ അതുപോലെ ഇപ്പം അമ്മ പറയുന്ന പോലെ ജീവിക്കാൻ ഒരു വിദ്യാഭ്യാസമുണ്ട്, ജീവിതത്തിന് ഒരു വിദ്യാഭ്യാസമുണ്ട്. ഇത് രണ്ടും ചേർന്ന് പോയാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു താളലയം ഉണ്ടാവുകയുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സത്സംഗ പരമ്പരകളിലൂടെ ഇങ്ങനെയൊക്കെയുള്ള ശ്രമങ്ങളിലൂടെ നിങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവരും അതിൻ്റെ ഒരു തുടക്കക്കാരാണ്, ആരും അതിൽ ഒരുപാട് മുന്നേറിയിട്ടൊന്നുമില്ല. എല്ലാവർക്കും സാധിക്കണം ആധ്യാത്മികതയിൽ എന്റേത് ഞാന് എന്നിൽ നിന്നും കുറച്ചു മാറി ഒരു പടി കൂടി ഉയർന്ന് എനിക്ക് എന്ത് കൊടുക്കാനാകും, എന്റെ അച്ഛനമ്മമാർക്ക് ഞാൻ എന്ത് കൊടുക്കും, അവിടെ നിന്ന് കുറച്ചുകൂടി ഉയർന്ന് എന്റെ കുടുംബം കഴിഞ്ഞാൽ എന്റെ സമൂഹം, എന്റെ രാജ്യം, അങ്ങനെ ഒരു തലത്തിലേക്കൊക്കെ വരാൻ സാധിച്ചാൽ നമ്മൾ ആധ്യാത്മികതയിൽ കുറച്ചുകൂടിയൊക്കെ ഉയരുന്നുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം ദേവി എന്ന് പറയുന്നത് കാര്യങ്ങൾ സാധിക്കാൻ അല്ലെങ്കിൽ ശത്രു സംഹാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു സങ്കല്പത്തിനപ്പുറം ദേവിയുടെ ആ ഭാവം, ദേവിയുടെ അഞ്ചാമത്തെ കൃത്യം, അനുഗ്രഹമാവുന്ന ആ കൃത്യത്തിലേക്ക് നമ്മൾ മാത്രമാകണം. അതാണ് ശരിക്കും. അപ്പം അതിനുള്ള പ്രയത്നങ്ങളാകട്ടെ, ഇങ്ങനെയുള്ള ആഘോഷങ്ങളും ഇതുപോലുള്ള ചർച്ചകളും ഒക്കെയെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അമ്മയുടെ കൃപ ഉണ്ടാകട്ടെ. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാവരും, അമ്മ പറയുന്നത് ധൈര്യലക്ഷ്മിയെ ഉണർത്തുക എന്നുള്ളതാണ്. അതായത് സാഹചര്യം, കാലം മോശം അനുകൂലമല്ല, കാലം പ്രതികൂലമാണ്. പക്ഷെ പ്രയത്നിക്കുക. അമ്മ പറയുന്ന പോലെ കാലം പ്രയത്നം ഈശ്വരകൃപ. കാലം മോശമാണ്, പ്രയത്നിച്ചുകൊണ്ടേയിരിക്കുക, സന്തോഷമായിരിക്കുക, ഇതും കടന്നു പോകുന്നു എന്ന മനോഭാവത്തോടു കൂടി ശ്രമിക്കുക. എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. നമസ്കാരം. Thank you so much, ma'am. It was a lovely talk and was very engaging and stimulating. Now, it's time for story revival, and today, to mark the festival of the day Navaratri, we have Varsha from S3 Intermediate English to continue with a series of storytelling about the different forms of Goddess Shakti. Namashivaya, am I audible? Yes, you're audible. Yeah. Namashivaya, I'm Varsha, and today I'll be sharing the story of second day of Navaratri about Ma Brahmacharini with you. So, Ma Brahmacharini is the goddess who is worshipped on the second day of Navaratri, the 9-day-long festival in India that marks the battle between the good and evil, be it in the form of goddess Durga or Mahishasura or Lord Rama and the Rakshasa Ravana. She is one of the 9 avatars of goddess Durga. In this avatar, Durga embodies tapa or penance. The name Brahmacharini is derived from the 2 words Brahma, that means tapa or penance, and Charini, that means an ardent female follower. So,
After she immolated herself in the sacrificial fire of Yajna, Durga took birth as a daughter of the king of the mountains, Himavan. Thus, she was named as Parvati, and also we call her Hemavati. When Parvati grew up, sage Narada, son of Brahma, paid her a visit. He told that she did have a chance to marry her husband from her previous birth, Lord Shiva, if she followed a path of penance. Determined to marry Shiva in this birth as well, Parvati embarked upon an extremely difficult regime of penance and devotion. For 1,000 years, she ate only fruits and flowers. Thereafter, for 100 years, she ate only vegetables, followed by 3,000 years of eating only fallen leaves. She slept on the floor of the forest under an open sky for years in order to successfully complete her tapa. Thus, she earned the name Tapascharini or Brahmacharini, which means one who follows the path of tapa. Finally, she gave up eating fallen leaves as well and continued her penance without food and water for many years. Due to this act of giving up eating leaves, she came to be known as Aparna. And due to thousands of years of penance, her body became extremely weak and fragile. Her mother, Maina, was deeply pained seeing her daughter in such a state, and out of sorrow, she cried out, "Oh Ma." Since then, Parvati also came to be known as Uma. The news of such long and hard penance reached everywhere. In the end, Lord Brahma appeared in front of Parvati and told her that no one had observed Taba the way she had. He also told her that only she could have undertaken such hardship as her love for Shiva was true and pure. He also blessed her that she would have Lord Shiva as her husband in this birth as well. Following her penance, Parvati came to be known as Ma Brahmacharini. Later, Lord Shiva accepted Parvati as his wife. In this avatar, she holds a rosary in her right hand and a kamandala. A kamandala is a utensil that holds holy water. So, in her right hand, she holds a rosary, and in the left hand, she holds a kamandala. Devotees worship Ma Brahmacharini on the second day of Navaratri to provide them with the strength and determination to observe the 9-day fast while abstaining from food and sometimes even water. This avatar of Ma Durga teaches penance, devotion, restraint, and solitude. That is, one should not abandon his duties when faced with adversity. We worship Ma Brahmacharini for virtue, peace, prosperity, happiness, and nobility. And yes, I wish everyone here to have a peaceful and virtuous Navaratri. Thank you. Namah Shivaya. Thank you, Varsha, for enhancing our knowledge and for the lovely presentation. Next, we have Anjali S from S1 Intermay English to entertain us with her rhythmic beats. Anticipating the net issues that we might face, we do not have the live performance, but the recorded video of her dance performance is here. Enjoy.
Anjali, for the effort you put in. So that is it for today. Hope all of you had a great time. Let's meet tomorrow to have more fun and to learn further. Thank you all for being with us and for your patience. I express my gratitude on behalf of the entire Ayuth family to both Pavitra ma'am and Suraj sir for accompanying us and enlightening us. Heartfelt thanks to all the Ayuth staff and students, especially both seniors and juniors who worked hard to coordinate today's session, and cheers to all those who presented. I would like to say my thanks to Amma for the continuous grace and blessings that she showers on all of us. Let us conclude by chanting the Shanti Mantra. I call Kartika for the Shanti Mantra. Om Loka Samasta Sukino Bhavantu. Loka Samasta Sukino Bhavantu. Loka Samasta Sukino Bhavantu. Om Shanti Shanti Shanti. Om Sri Guru Pyo Namah Hari Om.